മതി, ആണുങ്ങൾ വരട്ടെ, ആണുങ്ങൾ വരട്ടെ. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ, ആണുങ്ങൾ വരട്ടെ. നല്ല വ്യക്തിക്കറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടതാണ്. ഇവിടെ അടുത്തെന്ന് പറയുന്ന ഡ്രൈവർ ശശാങ്കൻ എന്ന് പറയുന്നതിന് ഈ ഭാര്യയും കൂടെ ചേർന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ സംശയം തന്നെ ഉണ്ട്. ഞാൻ പോകുന്നിട്ടോ, വേറൊന്നും തോന്നല്ലേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇവളെ എന്റെ മയ്യം പോലെ കാണി, ശവം പോലെ. അലയമൺ പഞ്ചായത്തിലെ കരുകോൺ ഇരുവേലിക്കൽ ഭാഗത്താണ് യുവാവിനെ വാടക വീടിന്റെ പിൻവശത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുകോൺ ലക്ഷം വീട് നമ്പർ 16-ൽ ഷാനവാസ് എന്ന 44-കാരനെയാണ് വാടകയ്ക്ക് താമസിച്ചു വന്ന വീടിന്റെ പിൻവശത്തെ അരക്കല്ല് സ്ഥാപിച്ചതിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കാൽമുട്ട് മടക്കി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം. കാലിൽ മുറിപ്പാടുകളും സമീപത്തായി രക്തമൊഴുകിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഷാനവാസും ഭാര്യയുമായി ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിഹരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ വഴക്കിട്ടതായും ഭാര്യ മാതാവിന്റെ വീട്ടിൽ പോയതായും പറയപ്പെടുന്നു. ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ വിവരം ബന്ധുക്കളെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങവേ ഷാനവാസിന്റെ സഹോദരികൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ആദ്യം തടഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ വാദം. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി തന്റെ ഭാര്യയും ഭാര്യ സഹോദരനും കരുകോണിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമാണെന്ന് ഷാനവാസ് അയച്ച ശബ്ദ സന്ദേശം ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. തന്നെ കണ്ടാ അറിയാം ഒരു തൂങ്ങി മരിച്ച ഒരാളല്ല. കാരണം ആ കെട്ടറിയാം, ഒരൊറ്റ കെട്ടേ ഉള്ളൂ. ഇനി അഥവാ ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന വെപ്രാളത്തിന് ചിലപ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലമുണ്ട്, തല മുട്ടി നിൽക്കുന്ന സ്പേസേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആണെങ്കിലും സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല. അതിൽ തന്നെ അറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ രക്തക്കറ കിടപ്പുണ്ട്. ഉന്തുന്തള്ളം നടന്നത് ആ കിണറിന്റെ സൈഡിൽ ഉന്തുന്തള്ളം നടന്ന് ചെടിയെല്ലാം മറിഞ്ഞ് അതിന്റെ കൊപ്പുകൾ കൊണ്ട് കാലി മുറിഞ്ഞതൊക്കെ പാടുകളും മൊത്തം. അവിടെ ഇടത് സൈഡിൽ ഇവിടെ ഒരു കത്തി കിടപ്പുണ്ട്, ഒരു വാച്ചിന്റെ കഷ്ണം കിടപ്പുണ്ട്. എൻ്റെ സഹോദരന് വാച്ചില്ല, വാച്ചിടാറില്ല. ഒരു ബാഗും കിടപ്പുണ്ട്. നല്ല വ്യക്തിക്കറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടതാണ്. ഇവിടെ അടുത്തെന്ന് പറയുന്ന ഡ്രൈവർ ശശാങ്കൻ എന്ന് പറയുന്നതിന് ഈ ഭാര്യയും കൂടെ ചേർന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ സംശയം തന്നെ ഉണ്ട്. ഇതിന്റെ തെളിവുകളെ കണ്ടെത്തി ഈ കൊലപാതകളെ വേണ്ടുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും. പിന്നീട് മേൽ നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിന് ദുരൂഹത ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.